എറണാകുളം ഇടപ്പള്ളിയിൽ ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടു. ഫോസ്ഫോറിക് ആസിഡുമായി പോയ ടാങ്കർ മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഫാക്ടറിയിലേക്ക് ലോഡുമായി പോയ ടാങ്കറാണ് അപകടത്തിൽപ്പെട്ടത്. സജോ ദേവസിയുടെ വിശദാംശങ്ങൾ നൽകാൻ. സജോ, ഈ ടാങ്കർ അവിടെ നിന്ന് മാറ്റിയോ? ആശങ്കപ്പെടുന്ന സാഹചര്യമൊന്നുമില്ലല്ലോ അല്ലേ? ഇപ്പോൾ അവിടുന്ന് ടാങ്കർ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ആശങ്കപ്പെടുന്ന സാഹചര്യമില്ല. രാവിലെയാണ് ഈ അപകടം ഇടപ്പള്ളി ലുലു മാളിന് സമീപം ഉണ്ടായത്. FSCTയിലേക്ക് ഫോസ്ഫോറിക് ആസിഡുമായി പോയ ടാങ്കറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട് സമീപത്തെ ഓടയിലേക്ക് കാനയിലേക്ക് ടയറുകൾ ഇറങ്ങിപ്പോവുകയും മറുഭാഗത്തേക്ക് മറിഞ്ഞ് വീഴുന്ന സാഹചര്യത്തിലേക്ക് ചെരിഞ്ഞു നിൽക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ലീക്ക് മറ്റ് സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഫോസ്ഫോറിക് ആസിഡ് ഒരു ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻ എന്ന നിലയ്ക്കും മറ്റ് ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതുമാണ്. അത് ലീക്ക് ചെയ്തിട്ടില്ല എന്ന് അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളിലേക്ക് പോയില്ല. പിന്നീട് മറ്റൊരു ടാങ്കർ എത്തിച്ച് ആ ടാങ്കറിലേക്ക് മാറ്റി ഫില്ല് ചെയ്ത് അതിനുശേഷം ക്രെയിൻ ഉപയോഗിച്ച് അപകടത്തിൽപ്പെട്ട ടാങ്കർ അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള അപകട സാഹചര്യങ്ങളിലേക്ക് അത് പോയിട്ടില്ല. ആദ്യഘട്ടത്തിൽ തന്നെ ടാങ്കർ സമ്പൂർണ്ണമായും മറിഞ്ഞില്ല. മറുഭാഗത്തുള്ള ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി ചെരിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. സമ്പൂർണ്ണമായും മറിഞ്ഞില്ല. പൂർണ്ണമായും മറിയുകയായിരുന്നെങ്കിൽ അതൊരു പക്ഷേ ലീക്ക് ചെയ്ത് പുറത്തേക്ക് പോവുകയും മറ്റും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അതൊരു അപകടത്തിലേക്ക് നയിച്ചേനെ. പക്ഷെ അത്ര ഒരു സാഹചര്യത്തിലേക്ക് പോയില്ല. പിന്നാലെ ഏരൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തി ആ വാഹനം സമ്പൂർണ്ണമായി അവിടെ നിന്ന് നീക്കം ചെയ്ത് അവിടെ വഴിയുള്ള ഗതാഗതവും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ഒരു ആശങ്കപ്പെടുത്തുന്ന അപകടകരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നത് വലിയ ആശ്വാസമായി. ഓക്കെ, വ്യക്തമാണ്. സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്.